ഹലോ ഫയറീസ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. ഇന്ന് ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പുട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ പഴം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് കറിയില്ല. സാധാരണ നമ്മൾ കറിയാണ് കേട്ടോ കൂട്ടാറ്. പിന്നെ പഴം പഴുത്തത് കൊണ്ട് പഴം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോന് സ്കൂളുണ്ട്, അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഓനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മടിയാണ് കേട്ടോ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്. ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എന്നാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് എങ്കിലൊക്കെ നീച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ ഹസു ഓൻ്റെ കൂടെ തന്നെ നീച്ചാണ് കേട്ടോ. അപ്പോൾ ഓനക്കുള്ള ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഓന് സ്കൂളിൽ പോകാനൊക്കെ ആയപ്പോഴത്തേനും മഴ നല്ല ശക്തിയോടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റെയിൻ കോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ. മഴ ചെറുതായിട്ടെങ്കിലും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മഴയൊന്നും ഉണ്ടായിരിക്കില്ല, അപ്പോഴേക്കൊക്കെ മഴ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. ഞാൻ കുറേ ആയി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട്. സാധാരണ ഉമ്മയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ഉണ്ടാക്കാം, എൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, 2 തക്കാളി, അതുപോലെ തന്നെ 2 വലിയുള്ളി, പിന്നെ 4 പച്ചമുളകുകൾ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഇഞ്ചും വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ അരി, ചിക്കൻ, പിന്നെ ഗരം മസാല, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ ഇഞ്ചും വെളുത്തുള്ളി അരച്ചിരുന്നു. അപ്പോൾ അതിൽ ചുവന്നുള്ളി ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി ഇട്ടിട്ട് അരച്ചിട്ട് ഈ ഇഞ്ചും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ചപ്പും പുതിന, അതായത് മല്ലിയില, പുതിനയില, ഇതും കുറച്ച് തൈരും ഉപ്പും കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. കുറച്ച് നേരം 1 മണിക്കൂറെങ്കിലും വെക്കണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ ചിക്കന്. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനും കൂടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലും ഇതുപോലെ തന്നെ ഒരിത്തിരി തൈര് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി തൈരും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2ലും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ചുവന്നുള്ളി ആഡ് ചെയ്തിട്ടുള്ള പേസ്റ്റ് ഞാൻ 2 പാത്രത്തിലും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടല്ലേ ചിക്കൻ ഫ്രൈ ചെയ്യുള്ളൂ. പിന്നെ പച്ചമുളക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കുറച്ച് 2ലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് 2ഉം 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. പുറത്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയാണ്. മോൻ അതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റൂളൊക്കെ വെച്ച് കയറിയിട്ട് അതെടുത്ത് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2ഉം ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. പിന്നെ കുറച്ച് നേരം പുറത്ത് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം എന്നൊന്നുമില്ല. പിന്നെ ഉള്ളി 1.5 ഉള്ളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ ഉള്ളിയും കൂടി എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അടുപ്പത്താണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ സാധാരണ ഗ്യാസ് മേലാണ് ഉണ്ടാക്കാറ്, ചോറ് മാത്രം അടുപ്പത്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഗ്യാസ് തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വഴിയില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും അടുപ്പത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, ഉള്ളി നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി പേസ്റ്റാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം, നന്നായിട്ടല്ല കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം മല്ലിയില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുപ്പത്തായതുകൊണ്ട് തന്നെ അടി ചെറുതായിട്ട് പിടിക്കുന്നുണ്ട്. തീ കുറച്ച് ഓവറാണ് കേട്ടോ. തീ കത്തി തുടങ്ങിയാൽ അതാ പ്രശ്നം. കത്താനാണെങ്കിൽ അതിലും വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും കുറച്ചൊന്ന് അടുപ്പത്തോടെ കിടന്നുകൊണ്ട് വഴറ്റാൻ കുറച്ചൊന്ന് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും വേണ്ടില്ല, ബിരിയാണി തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചൊന്ന് കഷ്ടപ്പെടുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം തക്കാളി, 2 തക്കാളി, പഴുത്ത തക്കാളിയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാലും വെറുതെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കിട്ടാ, എൻ്റെ ബിരിയാണി, സ്പെഷ്യൽ ബിരിയാണി ഒന്ന് കണ്ടു നോക്കി എങ്ങനെ ഉണ്ടാക്കണമെന്ന്. അങ്ങനെ തക്കാളി വഴറ്റുകയാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഏത് ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം എന്നൊന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടം. ചിലർക്ക് ഫിഷൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷേ എനിക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും എൻ്റെ കുട്ടികൾക്കും എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ അധികവും ചിക്കൻ ബിരിയാണി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ. അങ്ങനെ പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഒരു
ഒരിത്തിരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ മഞ്ഞൾപ്പൊടിയും കുറച്ച് മതി. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഇതുപോലെ തന്നെ ടീസ്പൂൺ ഉണ്ടാവില്ല, ഒരു ഇത്തിരി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലും അതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ തൈരിൽ മുക്കി വെച്ച മസാലയിലൊക്കെ മുക്കി വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരിക്കും, അതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ വെക്കുമ്പോഴുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഈ ഗരം മസാലേൻ്റെയും ഈ തൈരിൻ്റെയും പച്ചമുളകിൻ്റെയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ടേസ്റ്റൊക്കെ അതിൽ പിടിക്കും. പിന്നെ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതും കൂടി ഒരു ബെനിഫിറ്റാണ് ഇങ്ങനെ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ. ഞാനിതൊരു യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ചെയ്തത്. ഒരുപാട് വട്ടം ഉണ്ടാക്കിയതാണ്, ആദ്യമായിട്ടൊന്നല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊരു 10 മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കട്ടെ. അതിൽ കൂടുതലൊന്നും വേവിക്കരുത്. 10 മിനിറ്റ് വേണമെന്നൊന്നുമില്ല, കുറച്ചൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അരി എടുക്കുകയാണ് കേട്ടോ ഞാൻ ചോറിന് വേണ്ടിയിട്ടുള്ള. അതിനിടയിൽ മോന് ഭയങ്കര വിശന്നിട്ടൊന്നുമല്ല, എന്നാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ച ആപ്പിൾ കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ആപ്പിൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കറുകപ്പട്ട ഗരം മസാല അല്ല സോറി, കറുകപ്പട്ട, ബേ ലീഫ്, കറാമ്പൂവ് അങ്ങനെയുള്ള സംഭവമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ വെള്ളത്തിലിടാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് വെള്ളത്തിലിടാൻ പോവാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്, കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അരി കഴുകി അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് അരി എടുത്തിട്ടുള്ളൂ, ഇനി ഒരു 2.5 ഗ്ലാസ് അരിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ മതിയാവും നമുക്ക്. അങ്ങനെ ചോറ് വെന്തിട്ടുണ്ട്. പകുതി വെന്തപ്പോൾ തന്നെ ഞാൻ അടുപ്പത്തുനിന്ന് മാറ്റിട്ടോ, എന്നിട്ട് ദമ്മിടാൻ പോവാണ്. ചിലപ്പോൾ ദമ്മിടുന്ന വീഡിയോ ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഒരു അരമണിക്കൂറെങ്കിലും ദമ്മിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിനുശേഷം ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാണ്. അടുപ്പത്ത് തന്നെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ നമ്മൾ ദമ്മിട്ടത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ദമ്മിടുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഉരലുണ്ട്, വെയിറ്റുള്ള ഉരൽ, അതെടുത്ത് മുകളിൽ വെച്ചിട്ടായിരുന്നു മാക്സിമം ആവി പോകാതെ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കറിയാം അധികം വീട്ടമ്മമാരും ഈ ഒരു ഉരൽ തന്നെ ആയിരിക്കും മുകളിൽ ദമ്മിടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഞാനും അതുതന്നെയാണ് ചെയ്തത്. അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ. ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും ചോറ് നിന്ന സമയത്ത്, കുറച്ചൊന്ന് ലേറ്റായി ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും. അപ്പം മോൻക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാൻ കഴിയുള്ളൂ സമാധാനത്തിൽ. ടേസ്റ്റിയാണ് അല്ലേ? ടേസ്റ്റി അല്ലേ? ടേസ്റ്റിയാണ്. അപ്പോൾ ഓൻ്റെ അഭിപ്രായം കേട്ടല്ലോ, ഓനക്ക് ടേസ്റ്റി അല്ല എന്നാണ് പറഞ്ഞത്. ഓൻ എന്തായാലും ടേസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിലും ഓൻ കഴിക്കും കൊടുത്താൽ കേട്ടോ. അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പൊക്കി പറയല്ല, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉച്ച ആ സമയമൊക്കെ ആയപ്പോൾ മഴയൊക്കെ വന്ന് കുറച്ചൊന്ന് മാറി കേട്ടോ. അപ്പോൾ മൂപ്പര് പുറത്ത് നോക്കി നിൽക്കുകയാണ്. അവിടെ ഒരു പശു വന്നപ്പോൾ അതിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ എനിക്കൊന്ന് അങ്ങാടി പോകണമെന്നുണ്ടായിരുന്നു, ഒരു സാധനം വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ മോന് സ്കൂൾ വിട്ട് വരുമ്പോൾ ഓനെയും കൂട്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, അങ്ങാടിക്ക് സാധനം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോഴും നല്ല മഴയായിരുന്നു, ഈവനിങ് ടൈമിൽ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ ഈവനിങ് ആയിരുന്നു അധികം മഴ. എല്ലാ സമയത്തും അങ്ങനെ മഴ ഉണ്ടാവില്ല, ചില സമയത്ത് വെയിലും ഉണ്ടായിരിക്കും, അറിയാലോ. എല്ലായിടത്തും ഈ ഒരു സംഭവം തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ വിചാരിച്ചു ഈവനിങ് സ്നാക്കായിട്ട് പഴം വാട്ടാന്ന് വിചാരിച്ചു. അധികം എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം, അധികം ഞാനിതായിരിക്കും ചെയ്യാറ്. അപ്പോൾ ഇന്നും ഇതന്നെയാണ് ഗൈസ്. അങ്ങനെ കട്ടൻ ചായയും പഴം വാട്ടിയതായിരുന്നു ഈവനിങ് സ്നാക്ക്. പിന്നെ രാത്രിയായപ്പോൾ മോന് വെറുംചോറ് മതി, സാധാ ചോറ് മതി എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ഓംലേറ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ആ ചോക്ലേറ്റ് കൊടുക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിച്ച് ഞങ്ങൾ എന്ത് പറഞ്ഞു, ഞങ്ങൾ ഗുഡ് നൈറ്റ് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.